ശബരിമല സീസൺ, ഉംറ, കല്യാണം, അമ്പലത്തിൽ പോക്ക്, ഈ പല കാരണങ്ങൾ കൊണ്ടും പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഡോക്ടറെ, എനിക്കൊന്ന് പീരിയഡ്സ് മാറ്റി വെക്കണം, ഒന്ന് ഗുളിക തരാൻ പറ്റുമോ, അത് കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ, പിന്നെ എൻ്റെ പീരിയഡ്സ് കംപ്ലീറ്റ് ഇറഗുലർ ആയിട്ട് വരുമോ എന്നുള്ളത്. ഇതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കിയാലോ. പല സാഹചര്യങ്ങളിലും ജീവിതത്തിൽ നമുക്ക് വല്ലപ്പോഴെങ്കിലും പീരിയഡ്സ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹോർമോൺ ടാബ്ലറ്റ് തന്നെയാണ്, പക്ഷേ വളരെ ചെറിയ ഡോസിലുള്ള ഹോർമോൺ ടാബ്ലറ്റാണ്. അപ്പം കൊല്ലത്തിൽ 1-2 പ്രാവശ്യം നിങ്ങളിത് കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എപ്പോഴും അതായത് ഇപ്പോൾ 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ആ ലെവലിൽ നിങ്ങൾ പീരിയഡ്സ് മാറ്റി വയ്ക്കാനുള്ള ഒരു മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഹോർമോൺ ടാബ്ലറ്റ്സ് ആയതുകൊണ്ട്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മാക്സിമം നോക്കി ഡോക്ടറെ, മറ്റന്നാളാണ് ശബരിമലയ്ക്ക് പോകുന്നത്, ഞങ്ങൾ ഇന്നലെ വരെ പീരിയഡ്സ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ ആയില്ല. ഇന്ന് മുതൽ അങ്ങോട്ട് പീരിയഡ്സ് മാറ്റി വയ്ക്കാനുള്ള ടാബ്ലറ്റ് തരണം, മറ്റന്നാളാണ് ശബരിമലയ്ക്ക് പോകുന്നത്, മറ്റന്നാളാണ് ഉംറയ്ക്ക് പോകുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഹോർമോൺ ടാബ്ലറ്റാണ്, വളരെ സ്ലോ ആയിട്ട് ആക്ട് ചെയ്യുന്ന ടാബ്ലറ്റാണ്, വളരെ ഡോസ് കുറഞ്ഞ ടാബ്ലറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആക്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കണ്ടേ അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്നാണോ പീരിയഡ്സ് വരാൻ സാധ്യത അതിൻ്റെ ഒരു 4-5 ദിവസം മുന്നേയെങ്കിലും നിങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പീരിയഡ്സ് അങ്ങോട്ടാക്കി തരാൻ പറ്റുള്ളൂ. ഇതേപോലെ വേറൊരു ചോദ്യം നമ്മൾ കേൾക്കുന്നതാണ്, ഡോക്ടർ പീരിയഡ്സ് ഒന്ന് നേരത്തെ ആക്കി തരുമോ, ഈ മാസം ലാസ്റ്റാണ് മകൻ ശബരിമലയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുന്നേ പീരിയഡ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിനും നിങ്ങളൊരു 3 ആഴ്ച മുന്നെയെങ്കിലും വരണം. അതായത് ഈ മാസം ലാസ്റ്റാണ് പോകുന്നതെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ തലേ മാസം ലാസ്റ്റെങ്കിലും വന്നാലേ നമുക്കൊരു 5 ദിവസം ടാബ്ലറ്റ് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പീരിയഡ്സ് ആക്കി അതിൻ്റെ 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പീരിയഡ്സ് മാറ്റി വെക്കാനാണ് വരുന്നതെങ്കിൽ ഒരു 4-5 ദിവസം മുന്നേ, അതായത് പീരിയഡ്സ് ആവാൻ സാധ്യത ഉള്ളതിൻ്റെ 4-5 ദിവസം മുന്നെയെങ്കിലും നിങ്ങൾ വരണം. അപ്പോഴെങ്കിലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി പീരിയഡ്സ് നേരത്തെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു 3 ആഴ്ച മുന്നെയെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ഡോസും ദിവസവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ഇവൻറ്റ് വളരെ സ്മൂത്തായി നടക്കും എന്നുള്ളത് ഞങ്ങൾക്കും ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ.